ഹലോ കൂട്ടുകാരെ, കോക്കനട്ട് കോൺവെർസേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന കഥയാണ് ഉറുമ്പും പുൽച്ചാടിയും. 3-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലുള്ളതാണ് ഈ കഥ. വേനൽ കഴിയാറായി. ഇനി വരുന്നത് മഴക്കാലമാണ്. ഉറുമ്പുകൾ അരിമണികൾ ധൃതിയിൽ ശേഖരിച്ചു. അവ കൂട്ടിൽ സൂക്ഷിച്ചു വെച്ചു. ഉറുമ്പുകളുടെ അയൽക്കാരനായിരുന്നു പുൽച്ചാടി. കുഴിമടിയൻ, തീറ്റപ്രിയൻ. കിട്ടിയതെല്ലാം തിന്ന് പുൽമേട്ടിൽ അവൻ ചാടിക്കളിച്ചു. പൂക്കളോട് കിന്നാരം പറഞ്ഞും ശലഭങ്ങളോട് സ്വകാര്യം പറഞ്ഞും സമയം കളഞ്ഞു. ഒരു ദിവസം അയൽക്കാരനായ തേനുറുമ്പ് പറഞ്ഞു, "ചെങ്ങാതി, ഇങ്ങനെ സമയം ധൂർത്തടിക്കുന്നത് നല്ലതല്ല. എൻ്റെ സന്തോഷം കണ്ടിട്ട് നിനക്ക് സഹിക്കണില്ല അല്ലേ?" അസൂയക്കാരൻ പുൽച്ചാടി പരിഹാസത്തോടെ പറഞ്ഞു. ഉറുമ്പ് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, "മിത്രമേ, എനിക്കെന്തിനാണ് നിന്നോട് അസൂയ? എനിക്ക് കാല് 6 ഉണ്ടെങ്കിലും നിന്നെ പോലെ ചാടാനും ഓടാനും ഒന്നും ആവില്ലല്ലോ. തുള്ളിക്കൊരു കുടം എന്ന കണക്ക് മഴ ചൊരിഞ്ഞാൽ നമുക്ക് പിന്നെ എങ്ങനെ പുറത്തിറങ്ങാനാവും? അപ്പോഴും വേണ്ടേ ഈ സന്തോഷം? അതിന് ഇപ്പോൾ എന്തെങ്കിലും ശേഖരിച്ചു വെക്കുന്നത് ആവും നല്ലത്. വിശപ്പും കാണില്ല, പട്ടിണിയും ഒഴിവാകും. നീ നിന്റെ പാട് നോക്കിപ്പോ ഉറുമ്പേ. ഉപദേശിക്കാൻ വന്നിരിക്കണു. എനിക്ക് മഴക്കാലത്തെ ഒരു പേടിയുമില്ല. വാകീറിയ ദൈവം ഇരയും തരുമെന്നല്ലേ. വേനൽ കഴിഞ്ഞു, കുന്നുകയറി, കാർമേഘങ്ങൾ വന്നു തുടങ്ങി. മഴ തുടങ്ങി. കോരിച്ചൊരിയുന്ന മഴ. നല്ല തണുപ്പ്. ഒരു ജീവിക്കും പുറത്തിറങ്ങാനാവുന്നില്ല. ഉറുമ്പുകൾ ശേഖരിച്ചു വെച്ചിരുന്ന അരിമണികൾ കരുതലോടെ ഭക്ഷിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പുൽച്ചാടി അതുവഴി വന്നു. പഴയതുപോലെ ഉണർവില്ല, ഓടിച്ചാടി നടത്തമില്ല. ആകെ തളർന്ന ഒരവസ്ഥ. അവൻ ഉറുമ്പിനെ കണ്ടപ്പോൾ പറഞ്ഞു, "ചങ്ങാതി, നല്ല വിശപ്പ്. ഈ മഴയത്തൊന്നും തേടാനാവുന്നില്ല. കുറച്ച് അരിമണികൾ തന്ന് സഹായിക്കുമോ?" ഉറുമ്പ് അവനോട് പറഞ്ഞു, "ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ മഴക്കാലത്തെക്കുറിച്ച്? അപ്പോൾ നീ എന്താ പറഞ്ഞത്? വാകീറിയ ദൈവം ഇരയും തരുമെന്ന്. എന്നാൽ കേട്ടോ, താൻ പാതി ദൈവം പാതി എന്നാണ്. അതു മനസ്സിലാക്കി അധ്വാനിക്കുന്നവർക്കാണ് ദൈവം സഹായം ചെയ്യുന്നത്. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്താൽ ദൈവം തരാനുള്ളത് തരും." ഇത്രയും പറഞ്ഞ് ഉറുമ്പ് കുറച്ച് അരിമണികൾ പുൽച്ചാടിക്ക് നൽകി. കഥ ഇഷ്ടായോ കൂട്ടുകാരെ? അടുത്ത കഥയുമായി നമുക്ക് വീണ്ടും കാണാം.